ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിവാൾട്ടിൻ്റെ ഒരു മെഷീൻ്റെ കാർബൺ എങ്ങനെയാണ് മാറുന്നതെന്നുള്ളതാണ്. ഇതൊരു പ്രൊട്ടക്ഷൻ ഉള്ളൊരു മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ഡിവാൾട്ട് DWE4120 ആണ്. 900 വാട്ട്സാണ് ഈ മെഷീൻ്റെ പവർ. ഇത് പെഡൽ നമ്മൾ കൈയെടുത്ത് കഴിഞ്ഞാൽ മെഷീൻ ഓഫാവും. സ്വിച്ചിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ മെഷീൻ ഓഫാവും. അതൊരു സേഫ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കാർബൺ മാറുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് സ്ക്രൂ നമുക്ക് ഓപ്പൺ ചെയ്യാം. ബാക്ക് സ്ക്രൂ ഓപ്പൺ ചെയ്തതിന് ശേഷം കവർ ഊരിയെടുക്കുവാണ്. ഊരിയെടുത്തതിന് ശേഷം ഇത് യൂണിവേഴ്സൽ ടൈപ്പ് മോട്ടറാണ്. അത് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലെ കാർബൺ ആദ്യം ഇളക്കാം. ഒരു സൈഡ് ഈ സ്വിച്ചിൻ്റെ അടിയിലാണ് വരുന്നത്. സ്വിച്ചിൻ്റെ പെഡലിൻ്റെ അടിഭാഗത്താണ് അടുത്ത കാർബൺ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാർബൺ ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ കാർബണിൻ്റെ കണക്ഷൻ നമ്മൾ വിടുവിക്കണം. അപ്പോൾ ഞാൻ ആ കാർബണിൻ്റെ കണക്ഷൻ അതിനകത്തുനിന്ന് ഡിസ്കണക്ട് ചെയ്തു. ഇനി നമുക്ക് പതിയെ അതിൻ്റെ ക്ലിപ്പ് പതിയെ ഉയർത്തി ഒരു സൈഡിലോട്ട് വെച്ചതിന് ശേഷം കാർബണിനെ ഊരിയെടുക്കുകയാണ്. ഇനി അടുത്ത സൈഡിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ലോക്ക് എങ്ങനെ അഴിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് ചെറിയ ലോക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് ലോക്കും പതിയെ നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതിയെ ഉയർത്തുവാണ്. ഉയർത്തുമ്പോഴത്തേക്ക് ആ ലോക്ക് ഊരി ആ ക്ലിപ്പ് നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഊരി മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ കാർബൺ നമുക്ക് ഇളക്കാം. അപ്പോൾ ആദ്യമേ അതിൻ്റെ കാർബണിൻ്റെ കണക്ഷൻ കൊടുത്തേക്കുന്ന ക്ലിപ്പ് നമ്മൾ ഒരു നോസ് പ്ലെയർ വെച്ചിട്ട് പതിയെ ഡിസ്കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ ക്ലിപ്പ് പതിയെ പൊക്കി വെച്ചതിന് ശേഷം ആ കാർബൺ ഊരിയെടുക്കുകയാണ്. അത് നമ്മൾ ഊരിയെടുത്തു. ഈ കാർബണിൻ്റെ കോണ്ടാക്റ്റുകൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഇളക്കി ഒന്ന് സർവീസ് ചെയ്തിടുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് വീണില്ലെങ്കിൽ എങ്ങനെയാണത് കാർബൺ ക്ലിയർ ചെയ്തിടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാർബൺ ഇനിയും ഓടിക്കാൻ പറ്റും. അതിന് നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 220 സാൻഡ് പേപ്പർ വെച്ചിട്ട് കാർബണിൻ്റെ സൈഡെല്ലാം ഒന്ന് ഉരച്ച് ക്ലിയർ ചെയ്യുകയാണ്. ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇനി ഇതിലേക്ക് ഇടുവാണ്. അതല്ല, പുതിയ കാർബണാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ആ ക്ലിപ്പ് നമ്മൾ പതിയെ ഉയർത്തി സൈഡിലേക്ക് വെച്ചതിന് ശേഷം കാർബണിനെ നമ്മൾ അതിനകത്തേക്ക് ഇടുവാണ്. ഓക്കെ, ആ കാർബൺ ഇട്ടു. അതിനുശേഷം അതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. നോസ് പ്ലെയർ വെച്ചിട്ട് പതിയെ ആ കണക്ഷൻ നമ്മൾ ആ ക്ലിപ്പിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാർബണും നമ്മൾ ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുകയാണ്. ഈ മെഷീൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ മെഷീൻ താഴെ വീണ് കഴിഞ്ഞാൽ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഓഫ് ആവുന്നതാണ്. അപ്പോൾ ആ പെഡലിനകത്ത് ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ആവും. ഇനി അതിൻ്റെ കാർബൺ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സ്വിച്ചിൻ്റെ പെഡൽ നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചതിന് ശേഷം പതിയെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലിപ്പ് അതിലേക്ക് വീഴുന്നതാണ്. അപ്പോൾ ഈ ക്ലിപ്പാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ. കൈ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് മെഷീൻ പോയി കഴിഞ്ഞാൽ അന്നേരം സ്വിച്ച് ഓഫ് ആവും. ഇനി നമുക്കതിനെ ഒന്ന് അടച്ച് സ്ക്രൂ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ആംഗിൾ ഗ്രൈൻഡർ ഓവർ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ളൊരു വീഡിയോ അടുത്തതായി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓവർ ഹീറ്റ് ആവുന്നതെന്നുള്ള കാരണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇനി നമുക്കിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ നമ്മൾ സീരിയലായിട്ട് ഇട്ടൊന്ന് ഓടിച്ച് നോക്കുകയാണ്. സീരിയലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബൾബ് ഓക്കെയാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ഓടിച്ച് ആംബിയർ നോക്കാം. കറക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ എത്ര ആംബിയറാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 ആംബിയറിനകത്തുള്ള ലോഡേ എടുക്കുന്നുള്ളൂ.
ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.